ലോകകപ്പിലെ ഭാഗ്യവാന്മാരെയും നിർഭാഗ്യവാന്മാരെയും നമ്മൾക്കൊന്ന് നോക്കാം. എവരെയും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ലോകകപ്പ് നമ്മെ പഠിപ്പിക്കുന്നത് ഒരു കാര്യമാണ്. കഴിവ് മാത്രം പോരാ, ചിലപ്പോൾ ഭാഗ്യവും സമയവും ഒരു നിമിഷത്തെ തീരുമാനവും ചരിത്രം ഒരുപക്ഷെ മാറ്റിമറിക്കാം. അതുകൊണ്ടാണ് ലോകകപ്പിനെ വെറും ഒരു ഫുട്ബോൾ ടൂർണമെന്റ് എന്ന് പറയാൻ കഴിയാത്തത്. ഇത് നമുക്ക് നിർഭാഗ്യവാന്മാരല്ല ഭാഗ്യവാന്മാരെ നോക്കാം. ഫസ്റ്റ് പെലെ. നമ്മളൊക്കെ പെലെ പെലെ എന്ന് വിളിക്കും അല്ലേ? പെലെ എന്നുള്ളത് നിക്ക് നെയിമാണ്. അദ്ദേഹത്തിന്റെ പേര് എഡ്മൺ അമരാൻഡസ് ഡു നാസിമെന്റോ. അതാണ് അദ്ദേഹത്തിന്റെ പേര്. അത്രയും നീളത്തിൽ വിളിക്കാൻ പറ്റില്ലല്ലേ? അപ്പോൾ പെലെ തന്നെ ആവട്ടെ. 3 ലോകകപ്പുകൾ നേടിയ ഏക താരമാണ് അദ്ദേഹം. 1958, 1962, 1970. അടുത്തത് മിരോസ്ലാവ് ക്ലോസ്. ലോകകപ്പ് ചരിത്രത്തില് എക്കാലത്തെയും ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ വ്യക്തിയാണ്. 16 ഗോൾ നേടിയ വ്യക്തിയാണ് മിരോസ്ലാവ് ക്ലോസ്. നെക്സ്റ്റ് ലയോണൽ മെസ്സി. 5ാമത്തെ ലോകകപ്പിലാണ് 2022 സ്വപ്നം സഫലമായത്. ഗോൾഡൻ ബോളും ലോകകപ്പും ഒരുമിച്ച് അദ്ദേഹം നേടി. റൊണാൾഡോ നസാരിയോ 1998 നിരാശയ്ക്ക് ശേഷം 2002 8 ഗോളുകളോടെ ലോകകപ്പ് നേടി. ഇനിയുള്ളത് നിർഭാഗ്യവാന്മാരാണ്. റോബർട്ടോ ബാജ്യോ. നാം കേട്ടുള്ള പേരുകളതെല്ലാം. 1994 ഫൈനലിലെ നിർണായക പെനാൾട്ടി അത് മുകളിലേക്ക് പറന്നുപോയി. അത് പറന്നപ്പോൾ ലക്ഷക്കണക്കിന് ആളുകളല്ല, കോടിക്കണക്കിന് ആളുകൾ കണ്ണുനീർ പൊഴിച്ചു. എന്താണ് സംഭവിച്ചതെന്നറിയാൻ, ഇറ്റലിയുടെ സ്വപ്നം അവിടെ നഷ്ടമായി. ഇറ്റലിക്ക് കിരീടം നഷ്ടമായി. നെക്സ്റ്റ് ജോഹൻ ക്രിഫ്റ്റ്. ലോകത്തിലെ മികച്ച താരങ്ങളിൽ ഒരാളായിരുന്നിട്ടും ഒരിക്കലും ലോകകപ്പ് നേടാനായില്ല എന്നതാണ്. നെക്സ്റ്റ് ക്രിസ്ത്യാനോ റൊണാൾഡോ. നിരവധി റെക്കോർഡുകൾ നേടിയെങ്കിലും ലോകകപ്പ് കിരീടം നേടാൻ സാധിച്ചില്ല. അടുത്തത് ഫെറാങ്ക് പസ്കസ്. 1954 അജയ്യമായിരുന്ന ഹംഗറിക്ക് ഫൈനലിൽ അപ്രതീക്ഷിത തോൽവിയുണ്ടായി. അവിടെയാണ് അദ്ദേഹത്തിന് നിർഭാഗ്യമായത്. ടീമുകളിലേക്ക് നാം പോവുകയാണെങ്കിൽ ഭാഗ്യമുള്ള ടീം ബ്രസീൽ തന്നെയാണ്. 5 തവണയാണ് അവർക്ക് ലോകകപ്പ് ഉള്ളത്. ലോകകപ്പ് സ്വന്തമാക്കാൻ പറ്റിയ ഒരേ ഒരു ടീമാണ് ബ്രസീൽ. ഈ വർഷം കളിക്കുന്ന 48 ടീമിലെ ഏറ്റവും ഭാഗ്യമുള്ള ഒരു ടീമായിരുന്നു ബ്രസീൽ. നെക്സ്റ്റ് നെതർലാൻഡ്സ്. 3 തവണ ഫൈനലിലെത്തി. 3 തവണയും അവർക്ക് റണ്ണറപ്പ് ആകാനേ പറ്റിയുള്ളൂ. ഫൈനലില് കിരീടം ചൂടാനായില്ല. ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള ചൈന ഇതുവരെയും സെമി കണ്ടിട്ടില്ല. അതായത് ഏറ്റവും ചെറിയ രാജ്യങ്ങൾ പോലും അവിടെ സെമിയിൽ കയറുമ്പോൾ ഇവിടെ സെമി പോലും കണ്ടെത്തിയില്ല. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള രാജ്യം. അപ്പോൾ നമ്മുടെ ഇന്ത്യ ആദ്യ റൗണ്ടിൽ പോലും നമ്മൾ എത്തിയിട്ടില്ല. 2ാം സ്ഥാനത്ത് ജനസംഖ്യയുടെ കാര്യത്തിൽ ആയിരുന്ന നമ്മൾക്ക് ആദ്യ റൗണ്ടിൽ എത്താൻ പറ്റില്ല. എന്നാൽ ആദ്യ റൗണ്ടിൽ എത്താവുന്ന ഒരു ഭാഗ്യമുണ്ടായിരുന്നു, ചാൻസ് ഉണ്ടായിരുന്നു, അവസരമുണ്ടായിരുന്നു, യോഗ്യത നേടിയിരുന്നു. 1950 കളിക്കാർക്ക് ബൂട്ടില്ലാതിരുന്നതിനാൽ ഫിഫ കളിക്കാൻ അനുവദിച്ചില്ല എന്നൊരു കഥയുണ്ടാക്കി ഇന്ത്യയെ പുറത്താക്കി. സത്യത്തിൽ അതിനോട് ബന്ധപ്പെടുന്ന കാര്യമാണ്. എന്നാൽ ബൂട്ടില്ലാത്ത കാരണം മാത്രമല്ല, ആ കാരണം കൂടി പറഞ്ഞുകൊള്ളട്ടെ. യാത്രാ ചെലവ്, തയ്യാറെടുപ്പിന് കുറവ്, അന്നത്തെ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷന്റെ AIFF പിന്നോക്കം പോക്കൽ,
ഇതെല്ലാം വന്നപ്പോൾ ഇന്ത്യക്ക് മത്സരത്തിൽ പങ്കെടുക്കാനാവില്ല. 1950 എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 3 വർഷങ്ങളെ ആകുന്നു എന്ന് കൂടി അറിയുക. അപ്പോൾ നമ്മൾ നിർഭാഗ്യവാന്മാരല്ല. നമ്മൾ ഫുട്ബോളുകളിൽ ഭയങ്കര വലിയ സംഭവമാണ്. തീർച്ചയായിട്ടും വരും വർഷങ്ങളിൽ നമ്മളുടെ പേരും ഉണ്ടാകും ലോകകപ്പിൽ. അതോടൊപ്പം തന്നെ സെമിയിലുണ്ടാവും, ഒരുപക്ഷെ ഫൈനലിലും. ബോളുകൾ ഉരുളുന്ന കാലത്തോളം ഭാഗ്യവാന്മാരും നിർഭാഗ്യവാന്മാരും ഉണ്ടാകാം. ഇനിയും മറ്റൊരു വീഡിയോയുമായി കിക്ക് ഓഫ് 2026 വീണ്ടും കാണാം. എവർക്കും നമസ്കാരം. എവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്കും കൂടെ ലഭിക്കുവാൻ ഷെയർ ചെയ്യാൻ മറക്കില്ലല്ലോ. ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കുവാനായി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ.